ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിലൊരു ചെറിയൊരു മൂളിപ്പാട്ട് പാടല്ല, അതെന്തായിരുന്നു? നമുക്ക് ഒരു വീട്ടിലിങ്ങനെ സ്ഥിരം വരുന്നു, ഒരു ചിറ്റിക്കളിയുള്ള ഒരു വീടിനെ നോക്കി ഇങ്ങനെ ഞാനും കോട്ടനാസൂർ പോകുമ്പോൾ ഈ ഇതാണല്ലോ സദാചാര പോലീസ് ആ പുള്ളിയുടെ സൈക്കിളിന്റെ പുറകിലൊരു ചാടി കയറുമ്പോൾ ഉള്ളൊരു പാട്ടാണ്. കളി വീടുറങ്ങിയല്ലോ. നല്ലൊരു സിനിമയായിരുന്നു, പക്ഷെ അത് മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ എനിക്ക് തോന്നുന്നു അതിന്റെ പേരിന്റെ ഇതുകൊണ്ടാണ്. സഖാവ് പി കൃഷ്ണപിള്ള നിർത്തിരുന്നെങ്കിൽ ആ പടം ഓടിയാണ് അറിഞ്ഞാലേ എന്താണ് കരയുന്നതിന് ചോദിച്ചാൽ പറഞ്ഞാൽ എൻ്റെ ചിറ്റത്തിന് കൈ മുറിച്ച് ക്യാൻസറായിരുന്നു. കുഞ്ഞമ്മ പിടിച്ചപ്പോൾ ഭയങ്കര കരച്ചിൽ. അപ്പം ഞാനും അവിടെ നിന്ന് കരയുക, അടുത്തത് കയറണം. വിമാനാകെ കയറണം, കയറാൻ പറ്റുള്ളൂ. പക്ഷെ ആ സ്കിറ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ നവാസൊക്കെ പറഞ്ഞു, ഉല്ലാസേ ക്ലാസ് എക്സലൻ്റ് ആൻഡ് ക്ലാസ് സ്കിറ്റ് എന്ന് പറഞ്ഞു. അതാ മനസ്സിൽ നമുക്ക് കിട്ടിയൊരു ഓസ്കാറാണ് അവാർഡ്. നവാസ്കർ കലാകാരന്മാർ ഒരുപാട് ഒഴിവാക്കി നിർത്തിയ ഒരു കലാകാരനാണ് മനുഷ്യനെ അല്ലേ? അതെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചു വരവായിരുന്നു ആ സമയത്ത്. ദൈവത്തിൻ്റെ അങ്ങനെ ചെയ്തു. എന്തെങ്കിലും നമ്മുടെ മലയാളികളോട് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളൂ? നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുകയും എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു 1.5 മാസം മുമ്പ് കണ്ട ഒരാളോടെല്ലാം എനിക്ക് നന്ദി പറയാം. ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ ഒരു വാർത്ത കേട്ടിരുന്നു, കലാ ജീവിതത്തിനിടയിൽ ഒരു കുറച്ച് സമയം എന്തോ ബിസിനസ് തുടങ്ങി. അതെന്തായിരുന്നു സംഭവം? അത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. റെസ്റ്റോറൻറ്റ് നമുക്കിഷ്ടപ്പെട്ട സംഭവമാണ്. ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ചെറുത്, വലിയ സെറ്റപ്പ് അല്ല, ഇല്ല, നല്ല ഭക്ഷണം, ചെറിയ ഹോട്ടൽ അല്ല, ആ ഒരു കൺസെപ്റ്റ്. എന്നിട്ട് എന്താ അതിൻ്റെ അത് കഴിഞ്ഞ 2025 ഏപ്രിൽ 1-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. ഏപ്രിൽ 1-ാം തീയതി ഉദ്ഘാടനം. എല്ലാവരും വന്നായിരുന്നു. അസീസ്, നോബി, നെൽസൺ, ബിനുവാടി മാലി, പിന്നെ അനുമോള്, അങ്ങനെ ഫ്ലവേഴ്സിലുള്ള എല്ലാ അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും വന്നു ഉദ്ഘാടനത്തിന് വന്ന് സഹകരിച്ചു. ചെറിയൊരു നാടൻ പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. 20 ദിവസം നമ്മളത് പ്രവർത്തിപ്പിച്ചു. വേറെ 20 ദിവസം. 20-ാം തീയതി എനിക്ക് വൈകുന്നേരം അസുഖമായി. അപ്പോൾ അത് അങ്ങനെ സ്റ്റോപ്പായി നോക്കി. അങ്ങനെയാണ് അത് നിന്നുപോയതും ആരംഭിച്ചതും നിന്നതും 20 ദിവസത്തെ ഗ്യാപ്പിലാണ്. അപ്പൊ ഇനിയും അതൊരു പ്രൊജക്റ്റായിട്ട് ആ ഒരു സ്വപ്നം മനസ്സിലുണ്ടോ? അത് എപ്പോഴും കട അവിടെ ഉണ്ട്. ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് എല്ലാം ഒന്ന് റെഡിയാക്കണം. അടുത്ത മാസം തുടങ്ങും. തുടങ്ങാൻ പോവാം. റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആളായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പഴയതിൽ ഉഷാറായിട്ടത് ആരംഭിക്കണം, തിരിച്ചു വരണം. കാരണം എന്താ വെച്ചറിയോ, മറ്റൊന്നുമല്ല, പരിപാടി ഇച്ചിരി കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ നമ്മൾ ചെയ്ത ഒരു പൊതുവെ പ്രോഗ്രാം എല്ലാവർക്കും കുറവാണ്. ഭയങ്കര മോശമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത് കാരണം പിന്നെ വേറെ എന്തായാലും ഒരു പരിപാടി നമുക്ക് നോക്കണ്ടേ, നോക്കാമെന്ന് ഞാൻ ചെയ്തതാ. പക്ഷേ ഇങ്ങനെ വയ്യാതായി പോയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. കുഴപ്പമില്ല, തിരിച്ചു പിടിക്കണം തീർച്ചയായിട്ടും. പൈസ അതിനകത്ത് ഇറക്കിപ്പോയി. അതല്ലേ, നമുക്കത് ഗംഭീരമായിട്ട് ഒന്നും കൂടി റീഓപ്പൺ ചെയ്യണം അതിനുള്ള. പിന്നെ ഇപ്പോൾ എന്താണ് ഒരു പ്രസൻറ്റ് കണ്ടീഷൻ, നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ? എന്താണ് ഫീലിംഗ്? അതായത് ഇപ്പം അസുഖം വന്നിട്ടിപ്പോൾ 6-7 മാസത്തോളം ആയി. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ആയുർവേദം നോക്കി, പിന്നെ ഹോസ്പിറ്റലിൽ പോയി തെറാപ്പി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ വന്ന് തെറാപ്പി ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അല്ലേ? 1.5 മണിക്കൂർ ചെയ്യുന്നുണ്ട്, തെറാപ്പി ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, വന്നപ്പോൾ കാണുകയും ചെയ്തു. എനിക്ക് സന്തോഷമായത് 1.5 മാസം മുമ്പ് കണ്ട ആളല്ല ഇപ്പോൾ എൻ്റെ മുമ്പിലോട്ട് നടന്ന് ഒരു വടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ആ പഴയ ഉല്ലാസമായിട്ടാണ് അതിൻ്റെ ഒരു ഇനിയൊരു നടന്നു വന്നത്. അതെ, 15-20% കൂടി ആയാൽ നമുക്ക്
പഴയ ഉല്ലാസിനെ തിരിച്ചു കിട്ടുന്നു അല്ലേ? അതെ. അപ്പം എനിക്ക് കൈക്ക് വേദനയായിരുന്നു. ഉവ്വ. അതിപ്പോൾ ഈയിടെ ഒരു ആയുർവേദ ചികിത്സ ചെയ്തപ്പോഴേ കൈയുടെ വേദന ഇപ്പോൾ കുറഞ്ഞു. ഓ പിന്നെ ഇപ്പോൾ ഇത് തെറാപ്പി ചെയ്ത് ലെവലാക്കി എടുക്കണം. ഓ അപ്പോൾ അതിന് തെറാപ്പി തുടങ്ങി റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഡോക്ടേഴ്സ് എന്താണ് പറയണത്? എത്ര മാസം കൂടിയാണ് പഴയ ആ ഒരു ഉണർവ് അല്ലെങ്കിൽ ഉന്മേഷത്തിൽ? 1.5 വർഷം എടുക്കും. 1.5 വർഷം. അപ്പോൾ ഇനി ഒരു 8 മാസം കൂടി ആയ പഴയ ഉല്ലാസമായിട്ട് നമ്മൾ അല്ലേ? ശരിക്കും പൂർണ്ണ ആരോഗ്യമായിട്ട് വരണമെങ്കിൽ ഒരു ഡോക്ടർ പറഞ്ഞ 2 വർഷം ആണ്. പിന്നെ നമ്മളിപ്പോഴൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഇതെല്ലാം മനസ്സിന്റെ ഒരു ബലമാണ്, മനോബലം അല്ലേ ഏറ്റവും വലുത്. നമ്മളോടൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 1.5 വർഷം കൊണ്ട് റിക്കവറായി എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്ത് കൊച്ചിയിലുള്ള ഒരു പാട്ടുകാരന് നിസ്സാര 30-35 വയസ്സുള്ളൂ, പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. പക്ഷെ പുള്ളി പെട്ടെന്ന് റിക്കവറായി. കാരണം പുള്ളി വള്ളിച്ചാട്ടം മുതൽ പല പല പരിപാടികളൊക്കെ നോക്കി. അപ്പം അത്രേ ഉള്ളൂ. അവൻ പറഞ്ഞത് ഇതൊരു മനസ്സിൻ്റെ ഒരു ബലവും കൂടിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 വർഷം പോയിട്ട് ഒരു വർഷം തികച്ചു വേണ്ട ഉല്ലാസ് ഭായിക്ക് തിരിച്ചു വരാൻ. കഴിഞ്ഞ മുമ്പത്തെ ഇതിനകത്ത് വലിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് പല ടൈപ്പ് ഉണ്ട്. ഓ അതാണ് നമുക്ക് ഈ അസുഖം വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത്. ഓക്കെ. പല ടൈപ്പ് ഉണ്ട്. ബ്ലീഡിങ് ഉണ്ട്, പിന്നെ അല്ലാതെ ഈ ക്ലോട്ടിങ് ഉണ്ട്. ഓക്കെ. ഈ ക്ലോട്ട് വരുന്നവർക്ക് വലിയ അപകടം സംഭവിക്കത്തില്ല, പാരാലിസിസ് വരില്ല, തളർച്ച വരില്ല. നമുക്ക് എങ്ങനെയായിരുന്നു? ബ്ലീഡായിരുന്നു. അപ്പൊ അതുകൊണ്ട് തളർച്ച അധികം വരത്തില്ല. അല്ല, അതുകൊണ്ടാണ് തളർച്ച വന്നത്. ഓ, ക്ലോട്ടാണ് പ്രശ്നമല്ല. ഓക്കെ ഓക്കെ. പല ടൈപ്പ് ഉണ്ട്. ചിലർക്ക് ചെറിയ കോട്ടിൽ പോലെ വരും. അതുകൊണ്ട് ചെറുതായിട്ടുള്ളതാണ് നമ്മുടെ മിഥുൻ രമേശിനൊക്കെ വന്നത്. ഓക്കെ. മനോഹരനില്ലേ? എനിക്കറിയാം. ദുബായില് മനോജില്ലേ, നമ്മുടെ വഴിപ്പിടിയ ബീന ആന്റണിയുടെ. ഓക്കെ. പുള്ളിക്ക് ഉണ്ടായിരുന്നു അല്ലേ? മനോഹരനെ ചെറുതായിട്ട് ഇങ്ങനെ, അത് വേറെ എന്തോ ഒരു അസുഖം ചെറുതായിട്ട്. ഓക്കെ ഓക്കെ. അത് സ്ട്രോക്കിന്റെ ഒക്കെ ഒരു ചെറിയ സാധനങ്ങളാണ്. അത് വലിയ വേണ്ട, അത് പെട്ടെന്ന് റെഡിയാവും. എനിക്ക് വന്നത് ഒരു ഇച്ചിരി മേജറായിരുന്നു. ഓ, അതായിരുന്നു. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യേണ്ട കേസായിരുന്നു. അതല്ലേ? പക്ഷെ അത് ഓപ്പറേഷൻ ഇല്ലാതെ എന്തായാലും രക്ഷപ്പെട്ടു. 1.5 മാസം ബിലീവേഴ്സിൽ എനിക്ക് ഞാൻ തെറാപ്പി ചെയ്ത് നടന്നു. എനിക്കില്ലാത്ത നടക്കാറൊക്കെ ആയി. അതിനുശേഷം പിന്നെ ഈ കൈയുടെ വേദന മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ആയുർവേദം ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അയൽവക്കത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് ആയിരുന്നു ഡോക്ടർ. കൊണ്ടുപോയി എന്നെ ചെയ്തിപ്പോൾ കൈയുടെ വേദനയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തെറാപ്പി ചെയ്ത് റെഡിയാക്കിയാൽ മതി. അതും കൂടി കഴിഞ്ഞാൽ അതിപ്പോൾ വീട്ടിൽ വന്ന് ചെയ്യുന്നുണ്ട് തെറാപ്പി. അതുപോലെ നമ്മുടെ വർണ്ണം 2025 ഒരു പ്രോഗ്രാം ചെയ്തില്ലേ? അതെ അതെ. അത് ഒരു സക്സസ് പ്രോഗ്രാം ആയിരുന്നു അല്ലേ? സക്സസ് ആയില്ല. വല്ല ആർട്ടിസ്റ്റുകളെല്ലാം വന്നു, പക്ഷെ പ്രതീക്ഷിച്ച പോലുള്ള സക്സസ് ഉണ്ടായില്ല. നമുക്ക് സാമ്പത്തികമായിട്ടൊരു മെച്ചം ഉണ്ടായില്ല. അന്ന് ഇനി എല്ലാവരും തന്നെ വന്നു അല്ലേ? എല്ലാവരും വരികയും ചെയ്തു. ആ ഓഡിറ്റോറിയത്തിൽ അധികം സീറ്റിംഗ് കപ്പാസിറ്റി ഇല്ല. അത് കാരണം ടിക്കറ്റിൻ്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായി പോയി. സീറ്റിംഗ് കപ്പാസിറ്റി കൂടിയാലേ നമുക്ക് ചെറിയ എമൗണ്ടിന് ഒരുപാട് ആളുകളെ കയറ്റായിരുന്നു. അതും ഈ പ്രോഗ്രാമിനെ ബാധിച്ചു. അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. ഓക്കെ. അത് 1500 സീറ്റേ ഉള്ളൂ. അതിനകത്ത് നമ്മളെങ്ങനെ ക്രമീകരിച്ചെടുത്തോണ്ട് വരണം ലാഭം ഉണ്ടാക്കാനാണ്. പക്ഷെ ഞാനടക്കമുള്ളവർ അവിടെ അന്ന് ആ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചിന്തിച്ചത് ഇത് ഒരു ഹ്യൂജ് സക്സസ് മീൻസ് നല്ല സാമ്പത്തികമായിട്ട് നല്ല ഒരു ഗുണം ചെയ്തു എന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രേ ഉള്ളൂ. നമുക്ക് വ്യക്തിപരമായിട്ടൊരു ഗുണവും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, വലുതായിട്ടുണ്ടായില്ല. ചെറിയ ഒരു സഹായം കിട്ടി, അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ പിന്നെ എനിക്ക് കേൾക്കാൻ ഒരു ആഗ്രഹമുള്ളൊരു പാട്ട്, ആ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസിലൊരു ചെറിയൊരു മൂളിപ്പാട്ട് പാടല്ല, അതെന്തായിരുന്നു? അതൊന്ന് പാടാമോ 2 പേര്? അത് മമ്മൂക്ക ഒരു വീട്ടിലിങ്ങനെ സ്ഥിരം വരുന്നു, ഒരു ചിറ്റിക്കളിയുള്ള ഒരു വീടിനെ നോക്കി ഇങ്ങനെ ഞാനും കോട്ടയം നസീർ പോകുമ്പോൾ ഈ ഇതാണല്ലോ സദാചാര പോലീസ് ആൾക്കാർ, ആ പുള്ളിയുടെ സൈക്കിളിൻ്റെ പുറകിലൊരു ചാടി കയറുമ്പോൾ ഉള്ളൊരു പാട്ടാണ്. കളി വീടുറങ്ങിയല്ലോ, അങ്ങനെ. ആ സംഭവമാണ്.
ദേശാടനത്തിലെ പടത്തിലെ പാട്ട് അതിനകത്ത് വേർഷൻ. അത് അന്നേരം അത് വെല്ലിപ്പി നായരമ്പലം സാറ് ചേട്ടൻ ആ ഇപ്പോൾ കൺസോൾ ചെയ്തുകൊണ്ട് പറഞ്ഞു തന്നാ ഓ ആ സ്പോട്ട് സംഭവങ്ങൾ അതൊക്കെ അല്ലേ? പറഞ്ഞു തന്നത് ആ പാട്ട് അവിടെ അങ്ങനെ പാടിക്കോളാം. ഓക്കെ. കയറുന്ന സമയത്ത് അങ്ങനെ പാടി പാടാം. പിന്നെ സിറിക്ക ഇനിയിപ്പോൾ ഈ മിമിക്രി താരങ്ങളുടെ ഒപ്പം കുറേ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ കൂടെ മിമിക്രി ചെയ്തവരുടെ കൂടെ തന്നെ സിനിമകളും ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ അവിടത്തിൽ വിനോദ് കോവൂരൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അല്ലേ? നസീറിക്കൊക്കെ ആയിട്ട് നല്ല എപ്പോഴും വിളിയുള്ള നസീർക്ക് എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും അല്ലേ? ഏത് പുള്ളിയുടെ പടത്തിൻ്റെ പുള്ളി അഭിനയിക്കുന്ന പടത്തിൻ്റെ ഇതെല്ലാം എനിക്ക് എല്ലാം അയക്കും ഇട്ട് തരും. അപ്പം ഞാൻ അങ്ങോട്ട് എല്ലാവിധ ആശംസകളും പറഞ്ഞ് അങ്ങോട്ട് അയക്കും. അതെ. നസീർക്ക്, ടിനിച്ചേട്ടൻ, പിന്നെ എല്ലാവരും പരിപാടിക്ക് വന്നായിരുന്നു. സുരാജ്. അതെ, വലിയ ഭാഗ്യമില്ലേ നമുക്ക്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ പ്രചോദ്. അതെ. അൻവർക്കോട് പ്രത്യേകം നന്ദി പറയണം. കാരണം തീർച്ചയായിട്ടും അവിടെ വന്ന് പാട്ട് പാടി തന്നു. അതെ അതെ, മനോഹരമായിട്ട് പാടി. അന്ന് പിന്നെ എനിക്ക് വരാം. അന്ന് പിന്നെ പറ്റാഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിദു എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കും. അതല്ലേ, ഞാൻ അണ്ണൻ്റെ പരിപാടി കണ്ടിട്ടേ എന്നും ഉറങ്ങാറുള്ളൂ. സത്യം. അതല്ലേ, കാരണം ഞാൻ വിധുവായിട്ട് നല്ല അടുപ്പമാണ് അല്ലേ? അടുപ്പം. കാരണം വിധുവിൻ്റെ ഈ പാട്ടിനെക്കുറിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനതെല്ലാം അതിൻ്റെ ലിങ്കെല്ലാം അയച്ചു കൊടുക്കും. ഓ, അങ്ങനെ എന്നോട് ചോദിച്ച് അപ്പോൾ പുള്ളി ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു എൻ്റെ പരിപാടിക്ക് വേണ്ടി. അപ്പോൾ അന്ന് പുള്ളി സ്ഥലത്തില്ലായിരുന്നു. ഓക്കെ. പറഞ്ഞ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ പുള്ളിയും വന്നേനെ. അതെ അതെ, പറഞ്ഞായിരുന്നു. ആൾക്കും പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്നോട് ചോദിച്ച് പിന്നെ ഈ പോസ്റ്ററൊക്കെ പിന്നീട് പരിപാടിയോട് അടുപ്പിച്ച് കണ്ടപ്പോൾ എന്നാൽ പരിപാടിക്ക് എല്ലാവിധ ആശംസകളെന്നു. അപ്പോഴാണ് പുള്ളി നാട്ടിൽ വരുന്നത്. ഓ, ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ കുറേ വിളിച്ച് കിട്ടിയില്ല. എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വിദേശത്തായിരുന്നു. ഓ, അമേരിക്കയിലും കണ്ടായിരുന്നു. അപ്പം അത് കാരണം പങ്കെടുക്കാൻ പറ്റില്ല. അതെ. പിന്നെ അതുപോലെ നല്ല തമാശ പറയുന്ന ഒരാളല്ലേ? ആ, പിന്നെ ഇപ്പൊ ചെറിയ കുറച്ച് സിനിമകളിലൊക്കെ ഞാൻ കണ്ടു ആൾ അഭിനയിച്ചേക്കണ്. ആണ്. ആ, ഇപ്പൊ ഞാൻ അടുത്ത സിനിമ കണ്ടത് വിനീത് ശ്രീനിവാസന്റെ ഒപ്പം ഒരു പടത്തില് അഭിനയിച്ചിട്ടുണ്ട്. സയനോര, വിധു, അങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് നഷ്ടമായ നമ്മുടെ ഒരു എല്ലാമായ ഒരു സഹോദരനാണ് നമ്മുടെ കലാഭവൻ നവാസിക്ക. അത് നമ്മൾ ഓർക്കാതെ പോകരുത്. കാരണം അല്ലേ, ഞാൻ ICUലായിരുന്നപ്പോൾ വിളിച്ച എൻ്റെ വൈഫാണ് ഫോൺ എടുത്ത്. ഓ, എനിക്ക് ഞാൻ ഭയങ്കര സങ്കടമായിപ്പോയി മരിച്ചപ്പോഴത്തേക്ക്. അതെ. കാരണം പുള്ളി എന്നെ വിളിച്ചിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ വലിയ വിഷമമായി. സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്ക് പുള്ളിയെ പോയി കാണാൻ പറ്റാതെ അന്നൊക്കെ തീരെ വയ്യാതിരിക്കുന്ന അവസ്ഥയല്ലേ. അതെ അതെ അതെ, യാത്ര ചെയ്യാനൊന്നും വയ്യാതിരിക്കുന്ന സമയമായിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളൊരു പടത്തിൽ അഭിനയിച്ചു. എൻ്റെ മക്കളോട് ഒന്ന് ഫോട്ടോ എടുത്ത് ഇപ്പോഴും പിടിപ്പിടിപ്പുണ്ട്. നവാസിക്കയുടെ വിയോഗം ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് ICUയിൽ എനിക്കന്ന് ബോധമില്ല. കിടക്കുന്ന സമയത്ത് എൻ്റെ വീടിനെ വിളിച്ചു അറിഞ്ഞിട്ട്. എല്ലാവരോടും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പെരുമാറുന്ന ഒരു കലാകാരനായിരുന്നു. ഞങ്ങളും അതൊരു 10-20 വർഷമായിട്ട് ചെയ്യാത്ത സ്ഥലങ്ങൾ കുറവാണ്. ഒരാളെയും മുഷിപ്പിക്കാത്ത ഒരു വ്യക്തിത്വം ഉടമയായിരുന്നു. സ്കിറ്റ് ചെയ്തപ്പോഴേ ഏതാണെന്നറിയോ, ഒരു ഹരിമുരളീരാമൻ പാട്ട് പാടുന്ന ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട്. അത് എന്നാലും ഇക്ക അവിടെ ജഡ്ജായിട്ടിരിക്കുക. അതല്ല, വേറൊരു സ്കിറ്റുണ്ട്. ഒരു ഡോക്ടറായിട്ടൊരു സ്കിറ്റ്, ഒരു മനഃശാസ്ത്രജ്ഞനായിട്ട് ഞാൻ സ്കിറ്റ് ചെയ്യുക. സ്കിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ ഹസ്ബൻഡിൻ്റെ കൈ മുറിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞ് ഫോൺ വന്ന് ഞാൻ കരഞ്ഞിരിക്കുക. അപ്പോൾ അനീഷ് പാലൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിഷമത്തില്ല. കാരണം എന്താണ് കരയുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എൻ്റെ ചിറ്റപ്പൻ്റെ കൈ മുറിച്ച് ക്യാൻസറായിരുന്നു. കുഞ്ഞമ്മ പിടിച്ചപ്പോൾ ഭയങ്കര കരച്ചിൽ. അപ്പം ഞാനും അവിടെ നിന്ന് കരയുക. അടുത്തത് കയറണം. വിമാനാകെ തകർന്നു പോയി, കയറാൻ പറ്റുമെന്ന്.
പക്ഷെ ആ സ്കിറ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ നവാസൊക്കെ പറഞ്ഞു, ഉല്ലാസേ ക്ലാസ് എക്സലൻ്റ് ആൻഡ് ക്ലാസ് സ്കിറ്റ് എന്ന് പറഞ്ഞു. അതാ മനുഷ്യൻ നമുക്ക് കിട്ടിയൊരു ഓസ്കാറാണ് അവാർഡ്. അത് നവാസക്ക ബ്രില്യൻ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു, ബ്രില്യൻ്റ് സ്കിറ്റ്, എക്സലൻ്റ് എന്ന് പറഞ്ഞു, ക്ലാസ്, ഒരു രക്ഷയില്ല. 2025 ഏറ്റവും തീരാ നഷ്ടമായിരുന്നു. അതെ, കാരണം ഇവിടെ പരിപാടി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇല്ല അല്ലേ? പക്ഷേ അനിയനില്ല, അനിയനാണ് ചേട്ടൻ നിയാസിക്ക. അതെ, നിയാസിക്കയുടെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഗൾഫ് ഷോയ്ക്ക്. ഓക്കെ ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. ആണല്ലേ? മറ്റേ കഴിവിടെ പടത്തിൽ അഭിനയിച്ചു ചെയ്തു, അതിനുള്ള ഭാഗ്യം കിട്ടി. ഞങ്ങളും എൻ്റെ പരിപാടി നേരിട്ട് കണ്ട് എനിക്ക് ജഡ്ജ് ചെയ്തത് എപ്പോഴും അല്ലേ? നവാസിക്ക അത് വിളിക്കാന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു സമയത്ത് അന്ന് വിളിച്ചു, എന്നെ എനിക്ക് വയ്യാന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചു. വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അത്ര അത് കഴിഞ്ഞ് കുറേ ദിവസം മരിച്ചു കഴിഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു, അയ്യോ ആ പുള്ളി വിളിച്ചായിരുന്നു, ടെൻഷനായതുകൊണ്ട് പറയാൻ മറന്നുപോയി. അത്രയ്ക്ക് നല്ല കെയറിങ്ങും സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, നല്ലൊരു കലാകാരനായിരുന്നു. ഈ അടുത്തിടെ ഈ ഒരുപാട് നല്ല വേഷങ്ങളിലാണ് ആൾ അഭിനയിച്ചേക്കണേ. നല്ല നല്ല ചിത്രമായിരുന്നു. അതെ അതെ, തിരിച്ചു വരവായിരുന്നു. ഹീറോ ആയിട്ടും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ടും ഒക്കെ വന്നുകൊണ്ടിരുന്നു. നല്ല കളസിനിമ ഒരുപാട് ഈ കലാകാരന്മാർ ഒരുപാട് ഒഴിവാക്കി നിർത്തിയ ഒരു കലാകാരനാണ് മനുഷ്യനെ അല്ലേ? അതെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചു വരവായിരുന്നു. ആ സമയത്ത് ദൈവം തമ്പുരാൻ അങ്ങനെ ചെയ്തു, ക്രൂരത. അതെ അതെ, എൻ്റെ വീടിനടുത്ത് തന്നെ ആൾ താമസിക്കണം. ഒരു ആണല്ലേ? ഒരു 3-4 കിലോമീറ്റർ അത്ര അടുത്താ. ഇടക്ക് സങ്കടമായിപ്പോയി. അതെ അതെ, ഒരുപാട് രാജ്യങ്ങളിൽ ഞങ്ങൾ ഷോ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കാണുന്നു. അവരെയൊന്നും ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം പോലും നമുക്കില്ല, കാരണം അത്രയും ബന്ധമായിരുന്നു. അപ്പോൾ വിളിച്ചന്വേഷിക്കും നിയാസിക്കയായിട്ട് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം അനിയനെ കണ്ടിരുന്നു, ഒരു 3 ആൺമക്കളെ, ഒരു നിസാം, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഒരാളും ഉണ്ടല്ലോ? പിന്നെ ലുലുവിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു. ആണല്ലോ. അവർ 3 ആൺമക്കൾ. ആലുവയിൽ തന്നെ സ്ഥിര താമസമായവർ, എൻ്റെ വീടിനടുത്താണ്. അങ്ങനെ അപ്പം ഇനി സിനിമകളിലാണ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ പ്രതീക്ഷിക്കാത്തൊരു സന്തോഷം ഉണ്ടായി. എന്താ? എനിക്ക് രാത്രിയിലൊരു കോള് വന്നു. ഉല്ലാസാണോ? ഞാൻ പറഞ്ഞു അതെ. ഉല്ലാസം, ഞാനാ റഹീമാണ്. എ റഹീം. റഹീം. ഓ, നമ്മുടെ എം പി. അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ അറിയാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ കോളെന്ന് പറഞ്ഞു. വയ്യാതിരിക്കുന്നത് അറിഞ്ഞു, അങ്ങനെ ഒന്ന് വിളിച്ചാന്ന് പറഞ്ഞു അദ്ദേഹം. ഞാൻ പറഞ്ഞു ചേട്ടനെ ഞാൻ അഖിലിനെ വെച്ച് ഞാൻ കളിയാക്കുന്ന ചേട്ടനെ വെച്ചിട്ടാണ്. ശരിയാ, ഞങ്ങൾ രണ്ടും ഏകദേശം ഒരു കട്ട, ഒരു ഫിഗറാ, ഏകദേശം ആ താടിയും ആ കവളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അഖില് മോഹൻലാലിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ പറയും മോഹൻലാലല്ല, ഇത് റഹീമാണ്. ഡിവൈഫൈയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അന്ന് അദ്ദേഹം. സംസ്ഥാന സെക്രട്ടറി റഹീമാണ്. അതെ, പറഞ്ഞ് കളിയാക്കും. അതായത് അവൻ പറയാം, അണ്ണാ പുള്ളിക്ക് അറിയാം ഇത്. പുള്ളി പലരോടും പറഞ്ഞിട്ട് എൻ്റെ കൂട്ടിരിക്കുന്ന ഒരാളുണ്ട് മിമിക്രിയിൽ. അപ്പം അങ്ങനെ ആ ചേട്ടൻ വിളിച്ച് നമ്പർ തന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഓക്കെ, ഒരു ശക്തനായ രാഷ്ട്രീയ നേതാവാണ്. കൊടുക്കുന്നതിൽ വിളിച്ചു. എല്ലാവരും വിളിച്ച് തിരക്കാറുണ്ട്. ഓക്കെ. പിന്നെ എല്ലാവരും രാഷ്ട്രീയ, നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോകുമാർ സാർ, എല്ലാവരും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അതാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള. കൊടിക്കുന്നിൽ സുരേഷ് ചേട്ടൻ വിളിച്ചു. അതല്ലേ? അതുപോലെ പന്തളം ബാലൻ ചേട്ടൻ ആണ് ഇവിടെ വന്നു. ചേട്ടനല്ലേ? ആള് വിളിക്കാറൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി, പാട്ട് പാടി. നമ്മുടെ പ്രോഗ്രാമിന് കണ്ടില്ല അല്ലേ? എന്ന സ്ഥലത്തിൽ അമേരിക്കയിലായിരുന്നു. അമേരിക്കൻ ഷോയ്ക്ക് പോയിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോള് വന്നു.
അതെ, അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെ. ഇല്ല, അത് ഞാനിങ്ങനെ ഈ ഇടയ്ക്ക് ആ സംഭവമൊക്കെ അറിയുന്നുണ്ടെല്ലാം, ഞാൻ വലിയ പരിപാടിയൊക്കെ കാണും, വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അതൊരു വലിയ സന്തോഷമായിപ്പോയി. അപ്പം അങ്ങനെ വോഡാഫോണിലൂടെ അല്ലേ മലയാളികൾക്ക് മുമ്പിൽ വന്ന് ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളൊക്കെ സമ്മാനിച്ച കലാകാരനുള്ള സ്കിറ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഇപ്പം നമ്മൾ ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും പറയണ്ടല്ലോ, ഞങ്ങൾ ഉറങ്ങണതിന് മുമ്പ് ഇത് കണ്ടിട്ടാണ് അല്ലേ. നമ്മളോട് തന്നെ എത്ര പേര് പറഞ്ഞേക്കണ്, UK ചെന്നാലും പറയും, ഞങ്ങൾക്ക് ടെൻഷൻ വരുമ്പോഴും ഞങ്ങൾക്ക് ആകെ ഒരു ഫ്രസ്ട്രേറ്റ് മൈൻഡ് ആവുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ സ്കിറ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ റിലാക്സ് ചെയ്യണേന്ന്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. മിക്ക വീടുകളിലും കൊച്ചുകുട്ടികളും ഫാൻസ് എല്ലാവരുമായിട്ട് നമ്മൾ പ്രവാസികളാണ് കൂടുതൽ സ്നേഹം, അവരാണ് ഈ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത്. അതിനൊരു റിലീഫാണ് ശരിക്കും ഉല്ലാസ് പന്തള ആൻഡ് ടീമും അല്ലേ. നമ്മുടെ മാത്രമല്ല, കോമഡി എന്ന് പറയുന്നത്, കോമഡി സിനിമകൾ. അതെ. ഈ അന്യഭാഷ ചിത്രങ്ങളിൽ തമിഴ് പടം ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു തമിഴ് പടം. ഞാനൊരു എവിടെയോ കണ്ടതുപോലെ തോന്നി. ഒരു ശക്തമായ കഥാപാത്രം, നല്ലൊരു വേഷം ചെയ്ത് ഒരു അതായത് നമ്മുടെ സഖാവ് P. കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം മലയാള സിനിമയിലെടുത്തു. അത് ഏത് വർഷമാണ് റിലീസായത്? ഇപ്പോഴാണ് 2025. അതെ. പടത്തിൻ്റെ പേര് ഓർമ്മയുണ്ടോ? പേര് വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്നായിരുന്നു മലയാളത്തിലെ പടത്തിൻ്റെ പേര്. ഓക്കെ. അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രനാണ് എൻ്റെ ഡയറക്ടർ. അന്യഭാഷ ചിത്രത്തിലും അഭിനയിച്ചു കഴിഞ്ഞു. ഞാനുണ്ട്, പിഷാരടി ഉണ്ട്, ധർമ്മജൻ ഉണ്ടായിരുന്നു ആ പടത്തിൽ മലയാളത്തിൽ. അത് ലൊക്കേഷൻ എവിടെയായിരുന്നു? ലൊക്കേഷൻ ഈ നെയ്യാറ്റിൻകര. തമിഴ് ഏരിയ ഫീലാണല്ലേ? തമിഴ് ഫീലാണ്. ഓക്കെ. അപ്പോൾ ഇനിയും അതായത് ഒരു ക്രൂരനായ SIയുടെ വേഷം, അന്നത്തെ വേറൊരു ഗെറ്റപ്പാണ് അല്ലേ. ഞാൻ അതിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. അതായത് സമുദ്രക്കനിയാണ് പഴയകാല പോലീസ് ഡ്രസ് നിക്കറൊക്കെ. സമുദ്രക്കനി സാറാണ് ഈ P. കൃഷ്ണപിള്ളയായിട്ട് അഭിനയിക്കുന്നത്, സഖാവ് P. കൃഷ്ണപിള്ളയായിട്ട് അഭിനയിക്കുന്നത്. നല്ലൊരു സിനിമയായിരുന്നു, പക്ഷെ അത് മലയാളത്തെ ശ്രദ്ധിക്കപ്പെടാതെ പോയി. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേരിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. സഖാവ് P. കൃഷ്ണപിള്ള ഇട്ടിരുന്നെങ്കിൽ ആ പടം ഓടിയനെ അറിഞ്ഞാനെ. വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന് പറഞ്ഞിട്ടപ്പോഴത്തേക്ക് അത് ആരുടെ കഥയാണ് മനസ്സിലാക്കാതെ പോയി. ഉഗ്ര സിനിമയായിരുന്നു മലയാളത്തിൽ. അതല്ലേ? ഉഗ്രനായിട്ട് അദ്ദേഹം അത് ചെയ്തത്. അതിൻ്റെ പാട്ടാണെങ്കിലും എല്ലാം സുരഭിയായിരുന്നു നായിക. മലയാളത്തിൽ ഇനി കലാകാരൻ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നുള്ള ഉപരി എന്തെങ്കിലും സംവിധാനം? അതിന് മുമ്പ് 2 സിനിമ അഭിനയിച്ചിട്ടുണ്ട് തമിഴ്. 2 സിനിമ? ഇത് എൻ്റെ 2ാമത്തെ തമിഴ് സിനിമയാണ്. ആദ്യം ഒരു ചെറിയ പടം ചെയ്തിട്ടുണ്ട്, പേരറിവാളൻ. അതല്ല വേറൊരു ചെറിയ സിനിമ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ത്രിലോക് സുരേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ മൂവിയാണ് അത്? അല്ല, കണ്ണൻ താമരക്കുളം അറിയോ ഡയറക്ടർ? പിന്നെ അറിയാം. അദ്ദേഹം തമിഴിൽ ചെയ്ത ഒരു പടം, ബാലാജി എന്ന് പറയുന്ന ഒരു പുതുമുഖ നായകനെ വെച്ച് ചെയ്ത പടമാണ്. ഒരു കാലത്ത് ജയറാമേട്ടൻ്റെ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്ത ആളാ കണ്ണൻ താമരക്കുളം. ഇവിടെ അടുത്ത? അതെ, ഇവിടെ അടുത്തല്ലേ. ഞാൻ പുള്ളിയുടെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പട്ടാഭിരാമനൊക്കെ, അച്ചായൻസ് ഒക്കെ ആളുടെ പടമല്ലേ? പട്ടാഭിരാമൻ. പിന്നെ പ്രേത പടം ഉണ്ടായിരുന്നു ഒരെണ്ണം, അതെ. റിമി ടോമി പിന്നെ ഭാര്യയായിട്ട് അഭിനയിച്ച ഒരു പടമുണ്ട്, സീരിയൽ. അതെ. അതൊക്കെ ഞാൻ കണ്ട സിനിമകളാണ്. ഇനി അടുത്ത ഒരു ചുവടുവയ്പ് പ്രതീക്ഷിക്കാമോ മലയാളികൾക്ക്? ഒരു സംവിധായകൻ ഉല്ലാസിനെ നമുക്ക് കിട്ടുമോ? എന്താണ്? അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ 2026 നല്ല കഥ കിട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓഫറുകൾ ഒരുപാട് ഉണ്ടാവും എന്തായാലും. ഇത്രയും സ്ക്രിപ്റ്റ് ഇത്ര ആളുകളെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യണം അങ്ങനൊരു ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പോൾ അതിനുള്ള സമയമാവട്ടെ, അതിനുള്ള സമയം എത്രയും പെട്ടെന്നാവട്ടെ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളും ഉല്ലാസിനെ തേടി എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സന്തോഷം. താങ്ക് യു. അപ്പോൾ ഇനി അപ്പം നമ്മൾ പിരിയാൻ നേരമാണ്. അപ്പോൾ ഓഡിയൻസിനോട് എന്തെങ്കിലും ഇനിയല്ലല്ലോ നമ്മൾ ഇന്ന് തൽക്കാലത്തോട്ട് ഇന്ന് അതെ നമ്മളിനി എന്തായാലും 26 ജനുവരി മുതൽ നമ്മൾ വീണ്ടും പുതിയ പുതിയ ഷോകളുമായിട്ട് ജനങ്ങളിലോട്ട് എത്തുകയാണ് അല്ലേ? അതെ. എന്തെങ്കിലും നമ്മുടെ മലയാളികളോട് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളൂ, നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുകയും എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അസുഖം വന്നപ്പം എന്നെ സഹായിച്ച എല്ലാവർക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഉടൻ തന്നെ നമുക്കിനി ആരോഗ്യമൊക്കെ ആയിട്ട് പുതിയ പരിപാടിയുടെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അതെ, ഞാൻ ഇന്നേറെ സന്തോഷവാനാണ് സത്യം പറഞ്ഞാൽ. ഒരുപാട് പേര് എന്നെ അല്ലേ സഹായിച്ചിട്ടുണ്ട്. ഒരു 1.5 മാസം മുമ്പ് കണ്ട ഒരാളല്ല. സഹായിച്ചവരോടെല്ലാം എനിക്ക് നന്ദി പറയാം. ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ രമേഷ് പിഷാരടിയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതെ, കാരണം അദ്ദേഹത്തിനോട് മറക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എൻ്റെ 1.5 മാസത്തെ ചികിത്സ അദ്ദേഹമാണ് ചെയ്തത്. നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. പിഷുവിനോട് താങ്ക് യു പിഷു. അതുപോലെ തന്നെയാണ് പിഷാരടി പോലെ തന്നെയാണ് നമ്മുടെ CJ ബാബു സാർ, അതായത് വൈറ്റ് ഗോൾഡിൻ്റെ ഓണർ. ഓക്കെ, അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാദിഷിക്കയുടെ കറഫിൽ നമ്മുടെ ഈസി കുക്കിൻ്റെ ഓണർ മജീദ് ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അവരൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത ആൾക്കാർ, മറക്കാൻ പറ്റത്തില്ല. എല്ലാം അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. യുകെയിലുള്ളതും ഗൾഫിലുള്ളതുമായ ഒരുപാട് സുഹൃത്തുക്കൾ ഹെൽപ്പ് ചെയ്തു, ഇപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, അവരോടെല്ലാം എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ, സ്നേഹം. കൈ പൊക്കാൻ വയ്യാത്തതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഒരു 6 മാസമായി നമ്മൾ ഒരു ചെറിയ അസുഖം വന്ന് റെസ്റ്റിലാണ്. ഇനി പൂർവാധികം ശക്തിയായിട്ട് നമ്മൾ ഉടൻ തിരിച്ചു വരും.